തിരുവോണനാൾ മുതൽ തൃശൂരിൽ അരങ്ങേറുന്ന കുമ്മാട്ടി സംഘങ്ങൾ നാളെയും കളത്തിലിറങ്ങും. തിരുവോണനാൾ മുതൽ തൃശൂരിൽ അരങ്ങേറുന്ന കുമ്മാട്ടി സംഘങ്ങൾ നാളെയും കളത്തിലിറങ്ങും. തൃശൂരിലെ ഓരോ പ്രദേശങ്ങളിലും കുമ്മാട്ടിക്കളിയുണ്ട്. തൃശൂരിലെ കുമ്മാട്ടിക്കളിയുമായി പരമശിവനും അർജുനനും തമ്മിലുള്ള ഒരു കഥയുണ്ട്. ശിവനും അർജുനനും തമ്മിൽ ഭയങ്കര യുദ്ധം നടന്നുവത്രേ. അതിനുശേഷം ശിവൻ പ്രത്യക്ഷപ്പെട്ട് ഭൂതഗണങ്ങളോട് വേഷം കെട്ടി ആടിപ്പാടാൻ നിർദ്ദേശിച്ചതായാണ് പുരാണങ്ങളിൽ ചൂണ്ടിക്കാട്ടുന്നത്. തൃശ്ശൂരിലെ വടക്കുന്നാഥ ക്ഷേത്രവുമായും കുമ്മാട്ടിക്കളിക്ക് ഏറെ ബന്ധമുണ്ട്. തൃശ്ശൂരിലാണ് തിരുവോണത്തിനോടനുബന്ധിച്ച് പുലിക്കളി അരങ്ങേറുന്നത് എന്നതും ശ്രദ്ധേയമാണ്. പ്രത്യേക ഇനം പുല്ലുകൾ ശേഖരിച്ച് അവ മെടഞ്ഞുണ്ടാക്കി ദേഹത്ത് കെട്ടിപ്പിടിപ്പിച്ച ശേഷം വിവിധ തരത്തിലുള്ള മുഖംമൂടി ധരിച്ച് വേഷം കെട്ടി താളമേളങ്ങളുടെ അകമ്പടിയോടെ ചുവടുകൾ വെച്ച് നീങ്ങുന്നതാണ് കുമ്മാട്ടിക്കളി. കുമ്മാട്ടിക്കളിക്കൊപ്പം നിശ്ചല ദൃശ്യങ്ങളും ഏറെ ദൃശ്യഭംഗിയുള്ളതാണ്. നാലോണ നാളിലാണ് തൃശ്ശൂരിൽ പുലിക്കളി അരങ്ങേറുക. ഋഷികുളമുറ്റം ചേലക്കോട്ടുവരയുടെ 20ാമത്തെ ഓണാഘോഷമാണ് ഈ വർഷം നടക്കാൻ പോകുന്നത്. 20ാമത്തെ വർഷത്തിലെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വാദ്യങ്ങൾക്കായിരുന്നു ആദ്യം പ്രാധാന്യം കൊടുത്തിരുന്നത്. പ്രാവശ്യം മുതൽ നമ്മൾ അത് കാഴ്ചയ്ക്കാണ്, അതായത് ആളുകൾക്ക് നവ്യാനുഭവം ഉണ്ടാവാൻ വേണ്ടിയിട്ട്, അതായത് നയനമനോഹരമായ കാഴ്ചകളുമായിട്ടുള്ള വിരുന്നാണ് നമ്മൾ ഇപ്രാവശ്യം ഒരുക്കിയിട്ടുള്ളത്. അതായത് കാഴ്ചകളുടെ ഓണം, അതാണ് നമ്മൾ ഇപ്രാവശ്യത്തെ നമ്മളെ കൺസെപ്റ്റ് തന്നെ. ദേശക്കാർക്കും നാട്ടുകാർക്കും വന്ന് ഒരു വർഷം മുഴുവൻ മനസ്സിൽ സൂക്ഷിക്കാൻ അത്രയ്ക്കും ഉള്ളൊരു സംഭവങ്ങളാണ് നമ്മൾ ഇപ്രാവശ്യം ചെയ്യുന്നത്. 3 സ്പെഷ്യൽ ഐറ്റംസ് ആണ് നമ്മൾ ഇപ്രാവശ്യം കൊണ്ടുവരുന്നത്. പിന്നെ പരമ്പരാഗതമായിട്ടുള്ള കുമ്മാട്ടി പുല്ലുകൾ നമ്മൾ ഇന്നലെ തമിഴ്നാട്ടിൽ നിന്ന് നമ്മൾ പറിച്ചു കൊണ്ടുവന്ന് നമ്മളിപ്പോൾ എത്തിച്ചിട്ടുണ്ട് ഇവിടെ. അപ്പം നാളെ മുതൽ അതിൻ്റെ മെടച്ചിൽ തുടങ്ങും. കുമ്മാട്ടിപ്പുല്ല് മെടയും. കുമ്മാട്ടിപ്പുല്ല് മെടഞ്ഞ് അത് മാലയാക്കിയിട്ടാണ് അത് നമ്മൾ ഓരോ കുമ്മാട്ടികളുടെയും ദേഹത്ത് നമ്മൾ കെട്ടുന്നത്. അതിൻ്റെ ഒരുക്കങ്ങൾക്കായിട്ട് നമ്മൾ കുമ്മാട്ടിപ്പുല്ലുകൾ അത് സ്വർണത്തിനെക്കാട്ടിലും വിലയാണ് ഇപ്പം നമുക്ക് കുമ്മാട്ടിപ്പുല്ലുകൾക്ക് വേണ്ടി വരുന്നത്. കാരണം കിട്ടാനില്ല, നമുക്ക് വില കൊടുത്ത് വരെ മേടിക്കാൻ പറ്റില്ല. അപ്പോൾ പലരും ഇപ്പോൾ ഡെക്കറേഷൻ പുല്ലുകൾ വരെയാണ് ഉപയോഗിക്കുന്നത്. പക്ഷെ നമ്മളിപ്പോഴും പരമ്പരാഗതമായിട്ട് തന്നെ കുമ്മാട്ടിപ്പുല്ല് നമ്മൾ എവിടെ ഉണ്ടെങ്കിലും അത് തേടി പിടിച്ചു കൊണ്ടുവന്ന് നമ്മളത് ഉപയോഗിക്കുകയാണ് ചെയ്യണത്. അപ്പോൾ അതിനു വേണ്ടിയിട്ട് നമ്മൾ അത്രയ്ക്കധികം ബുദ്ധിമുട്ടിയിട്ട് തമിഴ്നാട് അവിടെ കുന്നുകളും മലകളും കയറി ഇറങ്ങിയിട്ട് അവിടെ നിന്ന് തന്നെയാണ് നമ്മൾ ഇപ്രാവശ്യം കൊണ്ടുവന്നിട്ടുള്ളത്. തൃശ്ശൂരും പരിസര പ്രദേശങ്ങളിൽ നിന്നുമാണ് ആദ്യം കുമ്മാട്ടിപ്പുല്ലുകൾ കിട്ടിയിരുന്നത്. ഇപ്പം അത് നമുക്ക് കിട്ടുന്നില്ല. തൃശ്ശൂർ അത്രയധികം കുമ്മാട്ടികളുണ്ട്. അപ്പം എല്ലാവരും അത് കുമ്മാട്ടിപ്പുല്ലുകൾ തപ്പി അവർ പറിച്ചു കൊണ്ട് പോവാണ്. അപ്പം നമുക്ക് കിട്ടാനില്ല. അപ്പം നമ്മൾ അടുത്ത സ്ഥലം തപ്പിപ്പോയി അങ്ങനെയാണ് നമുക്കിപ്പോൾ പുല്ലുകൾ നമ്മൾ എത്തിച്ചിട്ടുള്ളത്. അപ്പം നാളെ രാവിലെ മുതൽ നമ്മൾ കുമ്മാട്ടിപ്പുല്ല് മെടയും. അത് നമ്മൾ ഇപ്രാവശ്യം 5 കുമ്മാട്ടിയാണ് നമ്മളുള്ളത്. കാട്ടാളൻ, തള്ള, ഹനുമാൻ, കൃഷ്ണൻ, പിന്നെ ഒരു കാളിയുടെ മുഖം, അങ്ങനെ 5 എണ്ണാണ് നമ്മുടെ കുമ്മാട്ടി ഇറങ്ങണത്. പിന്നെ ഒരു തേര്, തമ്പോലം, പിന്നെ ഒരു ശിങ്കാരിമേളം, പിന്നെ 3 സ്പെഷ്യൽ ഐറ്റംസ് ആയിട്ടാണ് നമ്മൾ ഇറങ്ങുന്നത്.